ഇയാള് 19 കിലോ, 2 കുട്ടികളെ അമ്മയാണ്, 21 വയസ്സും 23 വയസ്സും 2 ആൺകുട്ടികൾ. അപ്പം ഇവര് ടൈലറായിരുന്നു. ഭർത്താവ് കാറിന്റെ ഒക്കെ പെയിന്റ് അടിക്കുന്ന ഒരു വർക്ക്ഷോപ്പിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. നല്ല മദ്യപാനിയാണ്. പക്ഷേ ഈ പ്രശ്നേച്ചിന്റെ 23ാമത്തെ വയസ്സുള്ള പയ്യൻ ഒരു പെണ്ണ് സ്നേഹിച്ച് അതിനെ കൂടി കൂട്ടി വന്നു. അപ്പൊ 3 മക്കളെ വളർത്തുന്നത്. ടൈലറാണ്. നൂല് കടിച്ചു മുറിക്കും, മിഷീനിൽ കോർക്കുന്നു, അതിന്റെ പീസ് ചുമ്മാ ചവക്കും. ഒരു ഹാബിറ്റായിട്ട് മാറി. അതിന്റെ പൊടി പൊട്ടി ഇൻഫെക്ഷൻ ആയി. കാലങ്ങളോളം ചെയ്ത സമയത്ത് ആളിന് TV രോഗം വന്നു. ആള് ഫുഡ് എടുത്ത കമ്പനി വോമിറ്റ് ചെയ്യും. അങ്ങനെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലായിരുന്നു ട്രീറ്റ്മെന്റ്. അങ്ങനെ വന്ന് ഒരു ഘട്ടത്തിപ്പം ഡോക്ടർമാർ കുഴപ്പമില്ല, വീട്ടിലേക്ക് കൊണ്ടുപോയിക്കോളാം. ഇവരെ തൂക്കം വന്നെന്ന് കുറഞ്ഞു വന്നു. അങ്ങനെ വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവരുമ്പോൾ നാട്ടുകാർ വീടൊക്കെ ഒന്ന് വൃത്തിയാക്കി. വീട് സ്വന്തം വീടാണെങ്കിലും ലോൺ എടുത്തിട്ട് ജപ്തിയ. അങ്ങനെ എന്റെ ഓഫീസിലെ സ്റ്റാഫിന്റെ തൊട്ടടുത്ത വീടാണ്. എന്റെ കൂടെ ഇവർ ഐഡിയ എടുത്തിട്ടുണ്ട്. പക്ഷെ അവര് ടോയ്ലറ്റ് ക്ലീനറൊക്കെ ആദ്യം അസുഖമായിട്ട് പോകുന്നതിന് മുന്നേ ടോയ്ലറ്റ് ക്ലീനറൊക്കെ കൊണ്ടിട്ട് തൊട്ടടുത്തൊക്കെ മാർക്കറ്റ് ചെയ്യാറുണ്ട്. പക്ഷെ ചേച്ചിക്ക് തീരെ വയ്യാതായി. ഞാനത് അവിടെ പോയി കണ്ടപ്പം എനിക്ക് സങ്കടമായി. കാരണം അറിയോ, ഈ നൈറ്റ് പോലും നിൽക്കുന്നില്ല. ഇങ്ങനെ നിൽക്കുമ്പോൾ ഊരി പോവുക. എന്റെ അടുക്കടുത്ത് കൂട്ടി പിടിച്ചോണ്ടിരിക്കും. ഒരു രണ്ട് കുട്ടികളുടെ അമ്മയാണ്. കാരണം ഭർത്താരപര കണ്ണേ ഉള്ളു കേട്ടോ. ഭർത്താരപര ഞാൻ നോക്കുമ്പോൾ ഓക്സിജൻ 12ഓളം മെഡിസിൻ ഉണ്ട്, അത് കഴിക്കണം. രാഷ്ട്രീയം പറഞ്ഞേ നിങ്ങൾക്ക് ഇമ്മ്യൂണിറ്റി ഇല്ലല്ലോ, അതുകൊണ്ട് നിങ്ങൾ എന്തെങ്കിലും സാധനം കഴിക്കണം. ഞാൻ പറഞ്ഞു കൊടുത്തു, ആ സാധനം കഴിക്കാൻ പറ്റും. അതിന്റെ വില അവർക്ക് അറിയുന്നത് കൊണ്ട് അവര് പറഞ്ഞ സാധനം എന്റെ വീട് ജപ്തിയിൽ കിടക്കുക, എനിക്ക് വാങ്ങിക്കാൻ കാശ് പോലും ഇല്ല, പിന്നെ ഞാൻ എങ്ങനെ കഴിക്കണം. ഞാൻ എന്റെ സ്റ്റാഫിനോട് പറഞ്ഞു, അവർക്ക് എത്ര പ്രൊഡക്റ്റ് വേണോ അതൊക്കെ എന്റെ ഓഫീസ് സൗജന്യം. ആള് 3 മാസം കൊണ്ട് ആളിങ്ങനെ ഇയാളെ തിരിച്ചു കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാനിത് പല സ്ഥലത്ത് കാണിക്കുമ്പോ ആൾക്കാർ പറഞ്ഞു നിങ്ങൾ ഏതോ എടുത്ത് കാണിക്കുന്ന പറയും. അല്ല സർ, എന്റെ ഓഫീസിൽ എന്റെ കൂടെ നിൽക്കുന്ന ഫോട്ടോ ആണ്. പിന്നെ ഏത് ബിസിനസ് ചെയ്യാം നിങ്ങൾ പറയാം. ഹോസ്പിറ്റലിൽ കിടന്ന് വന്ന ആ ഒരു സമയത്ത് ഇത് കാണുന്ന കുറേ പ്രൊഡക്റ്റുകൾ ഉപയോഗിച്ചു. 19 കിലോ ആയിരുന്നു ഹോസ്പിറ്റലിൽ വരുമ്പോഴത്. ഇതിപ്പോൾ 41 കിലോമീറ്ററോളം. ഹലോ, നമസ്കാരം ലീഡേഴ്സ്. ഞാൻ രജിത് കുമാർ. അപ്പോൾ ഞാനൊരു പോസ്റ്റ് ഇട്ടുണ്ടായിരുന്നു. ഒരു ലേഡി നമ്മുടെ 95ഉം ന്യൂട്രലൈഫും കഴിച്ച ശേഷം ഉണ്ടായിരുന്ന ഒരു റിസൾട്ടായി ബന്ധപ്പെട്ടൊരു പോസ്റ്റ്. അപ്പോൾ ഈ പോസ്റ്റിനിട്ട ശേഷം ഇപ്പോൾ ഞാൻ സ്റ്റാറ്റസ് വെച്ച സമയത്തും ഒരുപാട് ആളുകൾ എന്നോട് വിളിച്ച് ചോദിക്കുന്നുണ്ട് എന്താണ് ഇതിൻ്റെ ഒരു സംഭവം ഉള്ളത്. അപ്പോൾ ഇത് ഈ ലേഡീൻ്റെ പേര് പ്രസന്ന എന്നാണ്. കക്കോടിയായിരുന്നു അവർ ആദ്യം താമസം. ഇപ്പം അവിടെ നിന്ന് മാറി വേറെ സ്ഥലത്താണ് താമസിക്കുന്നത്. അപ്പോൾ അവർ മുമ്പ് ഒരു ടൈലറായിരുന്നു. അപ്പോൾ ടൈലറിങ് സമയത്ത് ഇവർ ടൈലറിങ് ചെയ്യുന്ന സമയത്ത് ഒരു നൂല് ഇങ്ങനെ കടിച്ചു പൊട്ടിക്കും. ആ നൂല് കടിച്ചു പൊട്ടിക്കുന്ന സമയത്ത് ഇത് കുറേ അകത്തേക്കായ സമയത്ത് ഇവർക്ക് ലെൻസ് ബ്ലോക്കായി. അപ്പോൾ ഈ ലെൻസ് ബ്ലോക്കായി എന്ന് അറിയുന്നത് ഇവരെ ശരീരം ക്ഷീണിച്ച് ആകെ ഒരു ടയർഡ്നെസ് വരുന്ന സമയത്ത് മെഡിക്കൽ കോളേജിൽ പോയി ചികിത്സയ്ക്ക് പോയ സമയത്താണ്, ഇങ്ങനെ ചെക്ക് ചെയ്ത സമയത്താണ് ലെൻസിൽ നൂലടിഞ്ഞിട്ട് ബ്ലോക്കായി കിടക്കുന്ന കാര്യങ്ങൾ അറിയുന്നത്. അങ്ങനെയാണ് അവിടെ നിന്ന് എത്തി അവരെ ശരീരമൊക്കെ ക്ഷീണിച്ചു. മുമ്പൊരു 30 കിലോ ഒക്കെ വെയിറ്റ് ഉണ്ടായിരുന്ന സ്ത്രീ ആയിരുന്നു. പിന്നീട് ആ ശരീരം ക്ഷീണിച്ച് 19 കിലോ വെയിറ്റിലേക്ക് വരെ ആയി. അങ്ങനെ മെഡിക്കൽ കോളേജിൽ നിന്ന് മരുന്നുകളൊക്കെ അവരെ ബോഡിയിലേക്ക്, ശരീരത്തിലേക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ എന്ത് കഴിക്കുകയാണെങ്കിൽ അത് വോമിറ്റിംഗ് രീതിയിലേക്കൊക്കെ മാറാൻ തുടങ്ങി. മരുന്നുകളൊന്നും ശരീരത്തിന് പിടിക്കാത്ത ലെവലിൽ വന്നു. അങ്ങനെ വീട്ടിലേക്ക് തിരിച്ചയച്ചതായിരുന്നു മെഡിക്കൽ കോളേജിൽ നിന്ന്. അങ്ങനെയാണ് നമ്മുടെ ഈ കമ്പനിയിലെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അവരെ വീട്ടിലേക്ക് നമ്മുടെ പ്രൊഡക്റ്റായിട്ട് കൊണ്ടു ചെല്ലുന്നത്. അപ്പോൾ ആദ്യമായിട്ട് 95 ആണ് അവർക്ക് കൊടുക്കുന്നത്. 95 കൊടുത്ത സമയത്ത് അവരെ സംബന്ധിച്ച് ഒരു പാക്കറ്റ് 95 കഴിച്ചതോട് കൂടി തന്നെ അവർക്ക് മരുന്നുകളൊക്കെ കഴിക്കാവുന്ന രീതിയിലേക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങി ശരീരം. ഛർദിൽ കുറേയൊക്കെ നിന്നു. അതിന് ശേഷം പിന്നെ നമ്മുടെ ന്യൂട്രിലൈഫും രക്തക്കുറവ് പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള ഫീലിംഗ് സിറപ്പും ക്യാപ്സൂൾ, പിന്നെ നമ്മുടെ ഇത് സ്പൈറന ഗോൾഡ്, ആ പ്രൊഡക്റ്റും കഴിച്ചു. അങ്ങനെ അവർ കഴിച്ച് അവർ പതുക്കെ അവരുടെ ബോഡിയൊക്കെ ഒന്ന് ഇൻക്രീസ് ചെയ്യാൻ തുടങ്ങി. ഭക്ഷണമൊക്കെ കഴിക്കുന്ന രീതിയിലേക്ക് വന്നു. അങ്ങനെയാണ് ഇപ്പം ഏകദേശം ഒരു 50 കിലോ വെയിറ്റിലേക്കൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ പല ആളുകളും എന്നോട് വിളിച്ച് ഇതെന്താണ് ഇതിൻ്റെ അവസ്ഥ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. മുമ്പേ തന്നെ ഇങ്ങനെ ആയിരുന്നോ ചോദിച്ചുകൊണ്ട് ഒരു ക്ലാരിറ്റി ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വോയിസിലേക്ക് ഇടുന്നത്. ഇപ്പം ഇന്നലെ അവർ കോഴിക്കോട് നമ്മളെ GTS പ്രോഗ്രാമിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പം നല്ല ആരോഗ്യവതിയായിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ അത്രയും അമേസിംഗ് ആയിട്ടുള്ള നമ്മുടെ പ്രൊഡക്റ്റുകളാണ് ഓരോന്നും. അപ്പോൾ ഓക്കെ, ശരി. കൂടുതൽ പ്രോഡക്റ്റ് റിസൾട്ടുകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.